ഗൾഫ് മേഖലയിലൊക്കെ ഇറാന് പലപ്പോഴും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഹോർമുസ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാജ്യമാണ് ഖത്തർ. പക്ഷേ ഈ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്നതോടെ ഖത്തറിൻ്റെ ഒരു മാറ്റം അത് ആ മേഖലയിലെ സമവാക്യങ്ങളെ കാര്യമായി തിരുത്തും എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ടല്ലോ. രഞ്ജിത്ത്, 2 എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ 3 ഇപ്പോൾ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഒരു വാണിജ്യ കപ്പൽ, അതുപോലെ 2 എണ്ണ ടാങ്കറുകൾ. ഇതിൽ ഒന്ന് ഖത്തറിൻ്റെയും മറ്റൊന്ന് സൗദി അറേബ്യയുടെയുമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു നിലവിലെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങ്, അതിന് പല ഗൾഫ് രാജ്യങ്ങളുടെയും സാന്നിധ്യമില്ലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് തീർച്ചയായിട്ടും ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ആ രാജ്യങ്ങൾക്ക് പരിഭവമുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് 3 ഗൾഫ് രാജ്യങ്ങളാണ്. അതിലൊന്ന് ഒമാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. കാരണം ഇറാന്റെ ഏറെ നാളായിട്ടുള്ള സുഹൃത്താണ്, അമേരിക്കയുമായിട്ടുള്ള ചർച്ചയിലൊക്കെ മധ്യസ്ഥത വഹിച്ചിട്ടുള്ള രാജ്യമാണ്. പിന്നെ പങ്കെടുത്തത് ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും പ്രതിനിധികളാണ്. അല്ലാതെ നമ്മൾ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ കുവൈറ്റിന്റെ പ്രതിനിധികൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ, അതുപോലെ തന്നെ UAE പ്രതിനിധികൾ എത്തിയിട്ടില്ല. അതുപോലെ ബഹ്റൈൻ്റെ പ്രതിനിധികൾ ഈ സംസ്കാര ചടങ്ങിൽ വന്നിട്ടില്ല. അങ്ങനെ പല ആളുകളും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറാനുമായിട്ടൊരു സൗഹൃദത്തിന്റെ കൈ നീട്ടിയിട്ടുള്ള ഖത്തറിനും സൗദി അറേബ്യയ്ക്കും നേരെയാണ് ഇപ്പോൾ ഇറാൻ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഖത്തർ ഒരു മറുപ്രതികരണം നടത്തിയിട്ടുള്ളത് വളരെയധികം ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ്. അതായത് ഖത്തർ പറയുന്നത് തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളുടെ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ്